അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് റിവിഷൻ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തരാൻ പോവുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. കാര്യം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോകാം. കേരളത്തിൽ സാർവത്രികവും അതേപോലെ നിയമവിധേയവുമായിട്ടുള്ള റേഷനിങ് സമ്പ്രദായം നിലവിൽ വന്നത് എന്ന് മുതലാണ്? എന്താണ് ചോദ്യം? കേരളത്തിൽ സാർവത്രികവും നിയമവിധേയവുമായിട്ടുള്ള റേഷനിങ് സമ്പ്രദായം നിലവിൽ വന്നത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഉത്തരം എന്താണ്? 1965 ജൂലൈ 1 അപ്പോൾ 1965 ജൂലൈ 1 കേരളത്തിൽ സാർവത്രികവും അതേപോലെ നിയമവിധേയവുമായിട്ടുള്ള റേഷനിങ് സമ്പ്രദായം നിലവിൽ വന്നത് 1965 ജൂലൈ 1 അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളം ടാർജറ്റ്സ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് മാറിയ വർഷം ഏതെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? കേരളം ടാർജറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് മാറിയ വർഷം എന്ന് പറയുന്നത് 1997. 1997 കേരളം ടാർജറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് മാറിയത്. രണ്ടാമത്തെ ചോദ്യമാണ് കേരളം ടാർജറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് മാറിയ വർഷം എന്നാണ് 1997. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഔപചാരിക തലത്തിൽ കേരളത്തിൽ റേഷനിങ് സമ്പ്രദായം നിലവിൽ വന്നത് എന്നാണ്? അപ്പോൾ ഔപചാരിക തലത്തിൽ കേരളത്തിൽ റേഷനിങ് സമ്പ്രദായം നിലവിൽ വന്നത് 1964 നവംബർ 1. 1964 നവംബർ 1 ഔപചാരിക തലത്തിൽ കേരളത്തിൽ റേഷനിങ് സമ്പ്രദായം നിലവിൽ വന്നത്. ഔപചാരിക തലത്തിൽ കേരളത്തിൽ റേഷനിങ് സമ്പ്രദായം നിലവിൽ വന്നതെന്നാണ് 1964 നവംബർ 1 ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം ഏതാണ്? ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം എന്ന് പറയുന്നത് 2016 നവംബർ 1. 2016 നവംബർ 1. അപ്പോൾ നമ്മൾ നേരത്തെ നവംബർ 1 പഠിച്ചെന്താണ്? ഔപചാരിക തലത്തിൽ കേരളത്തിൽ റേഷനിങ് സമ്പ്രദായം നിലവിൽ വന്നത് 1964 നവംബർ 1 പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം 2016 നവംബർ 1. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം 2016 നവംബർ 1. എന്നാൽ നമ്മുടെ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം പ്രാബല്യത്തിൽ വന്നത് 3 വർഷം മുന്നേ 2013 ജൂലൈ 5 ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രാബല്യത്തിൽ വന്നത് 2013 ജൂലൈ 5. എന്നാൽ ഇത് കേരളത്തിൽ നടപ്പിലാക്കിയത് എപ്പോഴാണ്? 2016 നവംബർ 1 ഓർത്തിരിക്കുക. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ നോഡൽ ഏജൻസി ഏതെന്നാണ് ചോദ്യം. അത് ഏതാണ്? ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ നോഡൽ ഏജൻസിയാണ് നമ്മുടെ സപ്ലൈകോ. ഓക്കെ, സപ്ലൈകോയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് കാണാത്തവരത് കാണുക. ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായിട്ട് ഞാൻ എന്ത് ചെയ്യാം? പിൻ ചെയ്തേക്കാം. അപ്പോൾ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയതിൻ്റെ നോഡൽ ഏജൻസിയാണ് നമ്മുടെ സപ്ലൈകോ എന്നറിഞ്ഞിരിക്കുക. അന്ത്യോദയ അന്നയോജന ആരംഭിച്ച വർഷം ഏതാണ്? അന്ത്യോദയ അന്നയോജന ആരംഭിച്ച വർഷം 2000 ഡിസംബർ 25. അപ്പോൾ 2000 ഡിസംബർ 25 അന്ത്യോദയ അന്നയോജന അല്ലെങ്കിൽ AAY ആരംഭിച്ച വർഷമാണ് 2000 ഡിസംബർ 25. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്കൂളിലെ ഉച്ചഭക്ഷണ പരിപാടി പ്രകാരം പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് എത്ര അളവ് പാകം ചെയ്ത ആഹാരമാണ് ചൂടോടുകൂടി നൽകേണ്ടത്? എന്താണ് ചോദ്യം? സ്കൂളിലെ ഉച്ചഭക്ഷണ പരിപാടി പ്രകാരം പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് എത്ര അളവ് പാകം ചെയ്ത ആഹാരമാണ് ചൂടോടുകൂടി നൽകേണ്ടതെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? 100 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലെ ഉച്ചഭക്ഷണ പരിപാടി പ്രകാരം പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് 100 ഗ്രാം ഭക്ഷണമാണ് എന്ത് ചെയ്തത്? ആഹാരമാണ് ചൂടോടുകൂടി നൽകേണ്ടതെന്നാണ് പറയുന്നത്. ഒൻപതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്കൂളിലെ ഉച്ചഭക്ഷണ പരിപാടി പ്രകാരം അപ്പർ പ്രൈമറി കുട്ടികൾക്ക് ചൂടോടുകൂടി നൽകേണ്ടത് അളവിൻ്റെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ അളവെന്ന് പറയുന്നത് 150 ഗ്രാമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആരുടെ കാര്യമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രീ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിൽ 100 ഗ്രാം ഭക്ഷണം ചൂടോടുകൂടി നൽകണം. എന്നാൽ അത് നമ്മുടെ അപ്പർ പ്രൈമറി സെക്ഷനിലോട്ട് മാറുമ്പോഴത്തേക്കും 150 ഗ്രാം ഭക്ഷണമാണ് എന്ത് ചെയ്യേണ്ടത്? കുട്ടികൾക്ക് ചൂടോടുകൂടി നൽകേണ്ടത്. പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം കുമാരികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ആണ് ശബള. എന്താണ് ചോദ്യം? നമ്മുടെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം
കുമാരികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പേരാണ് അല്ലെങ്കിൽ പദ്ധതിയുടെ പേരെന്താണ് ചോദ്യം? അതിൻ്റെ പേരാണ് ശബള. ഓക്കെ അല്ലേ? അപ്പോൾ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം കുമാരികൾക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശബള. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശബള പദ്ധതിയുടെ ഏത് പ്രായ ഗ്രൂപ്പിലുള്ളവർക്കാണ് ഭക്ഷ്യധാന്യങ്ങൾ മുൻഗണനാ നിരക്കിൽ പൊതുവിതരണ വകുപ്പ് നൽകുന്നതെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? ശബള പദ്ധതിയുടെ ഏത് പ്രായ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർക്കാണ് അല്ലെങ്കിൽ ഉൾപ്പെട്ടവർക്കാണ് ഭക്ഷ്യധാന്യങ്ങൾ മുൻഗണനാ നിരക്കിൽ നമ്മുടെ പൊതുവിതരണ വകുപ്പ് നൽകുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? 11 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്കാണ് കേട്ടോ. അപ്പോൾ ശബള പദ്ധതിയുടെ പ്രകാരം 11 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ മുൻഗണനാ നിരക്കിൽ പൊതുവിതരണ വകുപ്പ് നൽകുന്നത്. അടുത്ത 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന് കീഴിൽ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കാത്ത 65 വയസ്സോ അല്ലെങ്കിൽ അതിനു മുകളിലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിമാസം ഭക്ഷ്യധാന്യം സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയുടെ പേരെന്തെന്നാണ് ചോദ്യം. ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന് കീഴിൽ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കാത്ത 65 വയസ്സിന് മുകളിലുള്ളവർക്കോ അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ളവർക്കോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിമാസം ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്ന പദ്ധതിയുടെ പേരാണ് അന്നപൂർണ. ഓക്കെ അല്ലേ? അപ്പോൾ നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന് കീഴിൽ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കാത്ത 65 വയസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിമാസം ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്ന പദ്ധതിയുടെ പേരാണെന്ത്? അന്നപൂർണ. ഓക്കെ അല്ലേ? അടുത്ത 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം സംസ്ഥാനത്തിന് പ്രതിവർഷം നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യത്തിൻ്റെ അളവ് എത്രയെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം സംസ്ഥാനത്തിന് പ്രതിവർഷം നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യത്തിൻ്റെ അളവ് എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 14.25 ലക്ഷം മെട്രിക് ടണ്ണാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം സംസ്ഥാനത്തിന് പ്രതിവർഷം നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ ഭക്ഷ്യധാന്യത്തിൻ്റെ അളവ് എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അളവാണ് 14.25 മെട്രിക് ടൺ എന്ന് ഓർത്തിരിക്കുക. അടുത്ത 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു മാസം ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തിന് അളവ് ചോദിക്കുകയാണെങ്കിൽ അത് 1.19 ലക്ഷം മെട്രിക് ടണ്ണാണ്. ഓക്കെ. അപ്പോൾ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു മാസം കിട്ടുന്ന ഭക്ഷ്യധാന്യത്തിന് അളവാണ് എത്രയെന്ന് പറയുന്നത്? 1.19 ലക്ഷം മെട്രിക് ടണ്ണാണെന്ന് ഓർത്തിരിക്കുക. സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു മാസം ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തിന് അളവാണ് 1.19 ലക്ഷം മെട്രിക് ടണ്ണ്. 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ ഓരോ കാർഡിനും സൗജന്യ നിരക്കിൽ നൽകി വരുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവ് എത്രയെന്നാണ് ചോദ്യം. അത് 30 കിലോഗ്രാം അരി, 5 കിലോഗ്രാം ഗോതമ്പാണ്. എങ്ങനെയാണ്? അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലെ ഓരോ കാർഡിനും സൗജന്യ നിരക്കിൽ നൽകി വരുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവാണ് 30 കിലോ അരിയോ അല്ലെങ്കിൽ 5 കിലോ ഗോതമ്പോ ആണ് നൽകി വരുന്നത് കേട്ടോ. 30 കിലോ അരിയോ 5 കിലോ ഗോതമ്പോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽ ഓരോ കാർഡിനും സൗജന്യ നിരക്കിൽ നൽകി വരുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവാണ് നമ്മുടെ 30 കിലോഗ്രാം അരി അല്ലെങ്കിൽ 5 കിലോഗ്രാം ഗോതമ്പ്. അടുത്ത 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മുൻഗണനാ വിഭാഗത്തിലെ ഓരോ അംഗത്തിനും പ്രതിമാസം എത്ര അളവ് ഭക്ഷ്യധാന്യമാണ് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നത്? എന്താണ് ചോദ്യം? മുൻഗണനാ വിഭാഗത്തിലെ ഓരോ അംഗത്തിനും പ്രതിമാസം എത്ര അളവ് ഭക്ഷ്യധാന്യമാണ് കുറഞ്ഞ അളവിൽ ലഭിക്കുന്നത് എന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. ഉത്തരം എന്താണ്? 5 കിലോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ മുൻഗണനാ വിഭാഗത്തിലെ ഓരോ അംഗത്തിനും പ്രതിമാസം എത്ര അളവ് ഭക്ഷ്യധാന്യമാണ് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നത്? 5 കിലോഗ്രാം ഭക്ഷ്യധാന്യമാണ് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നത്. അടുത്ത 17ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മുൻഗണനാ വിഭാഗത്തിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവ് 4 കിലോഗ്രാം അരി, 1 കിലോഗ്രാം ഗോതമ്പ്, അങ്ങനെയാണ് 5 കിലോഗ്രാം ആവുന്നത്. ഓക്കെ. അപ്പോൾ മുൻഗണനാ വിഭാഗത്തിലെ ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ അംഗത്തിനും പ്രതിമാസം ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവ് എത്രയാണ്? 4 കിലോഗ്രാം അരി, പിന്നെ 1 കിലോഗ്രാം ഗോതമ്പ്, അങ്ങനെ എല്ലാം കൂടി 5 കിലോഗ്രാം. അതാണ് നമ്മൾ മുകളിലത്തെ ചോദ്യത്തിനകത്ത് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ മുൻഗണനേതര സബ്സിഡി വിഭാഗത്തിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം അരി വീതം കിലോഗ്രാമിന് എത്ര രൂപ നിരക്കിലാണ് നൽകുന്നത്? എന്താണ് ചോദ്യം? മുൻഗണനേതര സബ്സിഡി വിഭാഗത്തിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം അരി വീതം കിലോഗ്രാമിന് എത്ര രൂപ നിരക്കിലാണ് നൽകുന്നതെന്നാണ് ചോദ്യം.
ഉത്തരം എന്താണ്? 4 രൂപ നിരക്കിലാണ് കേട്ടോ. അപ്പോൾ മുൻഗണനേതര സബ്സിഡി വിഭാഗത്തിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം അരി വീതം 4 കിലോഗ്രാമിന് എത്ര രൂപ നിരക്കിലാണ് നൽകുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. എത്രയാണ്? 4 രൂപ നിരക്കിലാണ്. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ ആണോ? 19ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മുൻഗണനേതര നോൺ സബ്സിഡി വിഭാഗത്തിലെ ഓരോ കാർഡിനും അരിയുടെ ലഭ്യതയനുസരിച്ച് ഗ്രാമിന് എത്ര രൂപ നിരക്കിലാണ് നൽകുന്നത്? 10.90 രൂപ നിരക്കിലാണ് കേട്ടോ. അപ്പം മുൻഗണനേതര നോൺ സബ്സിഡി വിഭാഗത്തിലെ ഓരോ കാർഡിനും അരിയുടെ ലഭ്യത അനുസരിച്ച് ഗ്രാമിന് എത്ര രൂപ നിരക്കിലാണ് നൽകുന്നതെന്നാണ് ചോദ്യം. ഉത്തരമാണ് 10.90 രൂപ നിരക്കിലാണ്. 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന പഞ്ചസാര ഓരോ അന്ത്യോദയ അന്നയോജന കാർഡിനും 1 കിലോഗ്രാം വീതം എത്ര രൂപയ്ക്കാണ് നൽകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 21 രൂപയ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചെന്താണ്? മുൻഗണനേതര നോൺ സബ്സിഡി വിഭാഗത്തിന് ഓരോ കാർഡിനും അരിയുടെ ലഭ്യത അനുസരിച്ച് ഗ്രാമിന് 10.90 രൂപ നിരക്കിലും, എന്നാൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന പഞ്ചസാര ഓരോ അന്ത്യോദയ അന്നയോജന കാർഡിനും 1 കിലോഗ്രാം വീതം എത്ര രൂപയ്ക്കുമാണ് നൽകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എത്രയാണ്? 21 രൂപയ്ക്കാണ്. അടുത്ത ചോദ്യം, മധ്യതല ഗോഡൗണുകളുടെ പ്രവർത്തനങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് SCMS. ഓക്കെ അല്ലേ? അപ്പോൾ മധ്യതല ഗോഡൗണുകളുടെ പ്രവർത്തനങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് SCMS. മധ്യതല ഗോഡൗണുകൾ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് താലൂക്ക് അടിസ്ഥാനത്തിലാണ് കേട്ടോ. അപ്പോൾ മധ്യതല ഗോഡൗണുകൾ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് താലൂക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് NFSA ഗോഡൗണുകൾ ആരുടെ നിയന്ത്രണത്തിലാണുള്ളത്? അത് സംസ്ഥാന സർക്കാരിൻ്റേതാണ്. NFSA ഗോഡൗണുകൾ ആരുടെ നിയന്ത്രണത്തിലാണുള്ളത്? സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ NFSA ഗോഡൗണുകൾ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. 24ാമത്തെ ചോദ്യം, റേഷൻ കടകളുടെയും അനുബന്ധ സേവനങ്ങളുടെയും പൊതുജനങ്ങൾക്ക് ഓൺലൈനായി നൽകുന്ന വിവരങ്ങൾ അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് RCMS. ഈ സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് മധ്യതല ഗോഡൗണുകളുടെ പ്രവർത്തനങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനാണ് SCMS എന്ന് പറഞ്ഞു. പിന്നെ മധ്യതല ഗോഡൗണുകൾ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ താലൂക്കിൻ്റെയാണ്. എന്നാൽ NFSA ഗോഡൗണുകൾ ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റേതാണ്. റേഷൻ കാർഡുകൾ അനുബന്ധമായ സേവനങ്ങളുടെയും പൊതുജനങ്ങൾക്ക് ഓൺലൈനായി നൽകുന്നതിനുള്ള പ്രോഗ്രാമിൻ്റെ പേര് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് RCMS എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ RCMS എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണെന്നാണ് ചോദ്യം. റേഷൻ കാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് RCMSൻ്റെ ഫുൾ ഫോം. റേഷൻ കാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് RCMSൻ്റെ ഫുൾ ഫോം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 25 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ 1-2 തവണ ഈ ഒരു വീഡിയോ റിപ്പീറ്റ് അടിച്ച് കേൾക്കണം. കാര്യം 25 ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ നമ്മുടെ എക്സാം റിവിഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് ഈ ചാനലിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സും നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.